നമ്മൾ പുതിയ വണ്ടി എടുത്ത് ഒന്നില്ലെങ്കിൽ സീറ്റ് കവർ നമുക്ക് കമ്പനി തരും, അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് വാങ്ങും. പക്ഷേ ഇതിൽ ഏതായാലും ശരി ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കവറുകളായിരിക്കും രണ്ടും. ഞാനൊരു കടയിൽ ചെന്ന് എൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ആവശ്യം എനിക്കറിയാലോ, അത് ഞാൻ തന്നെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് തന്ന സീറ്റ് കവർ കണ്ടു. ഇതാണ് അവസ്ഥ. അങ്ങനെ മടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ ചേട്ടായിയോട് കാര്യം പറഞ്ഞത്. പുള്ളിക്കാരൻ എനിക്ക് നേരത്തെ ഒരു സീറ്റ് കവർ ചെയ്തു തന്നു. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊടുത്തത്. പിന്നെ പുള്ളിക്ക് എപ്പോഴും തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ പുള്ളിയെ ശല്യപ്പെടുത്താറുമില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ശല്യപ്പെടുത്തേണ്ടി വന്നു. പുള്ളിക്കാരൻ പണിയൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ കൂടുതലും സീറ്റിൻ്റെ ഭംഗിയല്ല നോക്കുന്നത്. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിശ്രമിക്കേണ്ടി വരും. കഴിഞ്ഞ തവണ ഇട്ടത് 2 ഇഞ്ച് ലോക്കൽ ഫോമാണ്. ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ എന്നോട് അത് പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന 4 ഇഞ്ച് ഹൈ ക്വാളിറ്റി ഫോമാണ്, അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോം. ഇവർ കൂടുതലും സെറ്റി ചെയർ വർക്കാണ് ചെയ്യുന്നത്. അതിപ്പോൾ പുതിയതാണെങ്കിലും പഴയതിൻ്റെ റിപ്പയർ വർക്കാണെങ്കിലും ഇവർ നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും. നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറയാം. ഇതിപ്പോൾ വളരെ കംഫർട്ടാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സീറ്റ് കവർ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയുള്ള റെക്സിനിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മഴയത്ത് ഒരു ജോഡി ഡ്രസ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കരുതുക. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ.